ഞാൻ അടുത്ത ഒരു ലെജൻഡ് അറ്റാക്കിന് വേണ്ടി എടുക്കുകയാണ്. ടോട്ടൽ 8 മാച്ച് ഉണ്ട്. 8 മാച്ച് ഞാൻ ലെജൻഡ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ബേസിക്കലി ഞാൻ കുറച്ച് പയ്യെ സംസാരിക്കുള്ളൂ, ബിക്കോസ് ഐ ആം ഇൻ ലൈബ്രറി. ഓക്കെ, വെറുപ്പിക്കുന്നില്ല. അയ്യോ. ഓക്കെ, വെറുപ്പിക്കുന്നില്ല, നേരെ അറ്റാക്കിലോട്ട് പോകുന്നു. ഈ പ്രാവശ്യം നോക്കാം, നമുക്ക് ഇന്നത്തെ ദിവസം നോക്കാം നമുക്ക് ലക്കുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, നേരെ തന്നെ അറ്റാക്കിലോട്ട് പോവുകയാണ്. നോട്ടിഫിക്കേഷൻ എൻ്റെ മെയിൻ നമ്മുടെ ടൗൺ ഹാളിനെ പറ്റിയാണ്. ഹൈസ്കോർ ഹൈസ്കോളും പിന്നെ ലാവ കൊണ്ടുപോകുന്ന കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ലൊക്കേഷൻ പൊട്ടിപ്പോകും ചത്തു. നേരെ ലൈബ്രറി എനിക്ക് ലക്കുണ്ടെങ്കിൽ എനിക്ക് നോക്കാം. ഓക്കെ, ടാസ്ക് അപ്പോൾ ഫസ്റ്റ് അറ്റാക്ക് ലൈബ്രറിയിലുള്ള ഫസ്റ്റ് അറ്റാക്ക് നല്ലൊരു അറ്റാക്കായി. യെസ്, ഉറപ്പിക്കുന്നില്ല, നേരെ അടുത്ത അറ്റാക്കിലോട്ട് പോകുന്നു. നമുക്ക് നോക്കാം ഇത് എത്ര സ്റ്റാറാണെന്ന്. ഓക്കെ, ബേസിക്കലി ലൈബ്രറി കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എല്ലാവരും പഠിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. സോ അത് കുറച്ച് ടാസ്ക്കാണ്. ഇരിക്കാനുള്ള സ്ഥലമില്ല. അയ്യോ, ഇതെവിടെയും അറ്റാക്ക് ചെയ്യണോ ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ല. നേരെ അറ്റാക്കിലോട്ട് പോകുന്നു. ഈ ആഗ്രഹങ്ങൾ മാത്രമാണ്. റോജൻ്റെ ഒരു ബീറ്റിനാണ്. റോജിനെ കുറച്ച് കമ്പളം ഇട്ടാക്കിയാണ്. ഓക്കെ, ഒരു പെർസെൻറ്റേജ് ലെജൻഡിൽ നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യോ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും നമുക്ക് ഒരു ഡ്രോപ്പ് ചെയ്ത് കിട്ടണം. സോ വെയിറ്റ് ചെയ്യണം. ഷിറ്റ്, ഇത് കുറച്ച് നേരം കുത്തിയിരുന്ന് നോക്കണം. ഞാൻ വേണമെങ്കിൽ പറ്റുമെങ്കിൽ വീഡിയോ ഈ ഏരിയ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യണം. ഇത് ഭയങ്കര ബാഡാണ്. നമ്മൾ പെട്ടെന്ന് അടിച്ചുകൂടി ഇത്രയും ലേറ്റ് ആയിട്ട് അത് പൊട്ടിച്ചില്ലെങ്കിൽ.
കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്ത് വേസ്റ്റ് ആയി ഗൈസ്. അത് പൊട്ടിച്ചു. ഇതാ 21 ട്രോഫി. വളരെ മോശം. കുഴപ്പമില്ല. ബേസിക്കലി നമ്മുടെ എൻവയോൺമെൻറ്റ് ശരിയല്ല. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത അറ്റാക്കിലോട്ട് പോകാൻ വേണ്ടി പ്രൂഫ്സ് സെറ്റാക്കി. ഇപ്പോൾ ഒരു പുതിയ സ്പോട്ടിലാണ് നിൽക്കുന്നത്. ഇതാകുമ്പോൾ ലൈബ്രറിയിൽ നിന്ന് ഞാൻ മാറി. അവിടെയാണെങ്കിൽ എനിക്ക് ഉച്ച എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ആൾക്കാർ കിട്ടുന്നത് എല്ലാവരും എന്നെ നോക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. സോ ഞാൻ ഇപ്പോൾ മാറി വേറെ ഒരു റൂമിലാണ് നിൽക്കണം. ഓക്കെ, ബേസിക്കലി എനിക്ക് ഏത് സൈഡ് അടിക്കണമെന്നില്ല, പിടുത്തം കിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വെറൈറ്റിക്ക് ഈ സൈഡിൽ നിന്ന് അടിച്ചു നോക്കാം. ഓക്കെ, നേരെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. മോട്ടറൊക്കെ വെറും നമ്മുടെ അതൊക്കെ ഭയങ്കര ലോ ലെവലാണ് സാധനങ്ങൾ. എന്ത് പറയാം, ഇടൻ ടെസ്ല കൊണ്ടവർക്ക് വളരെ ലോ അല്ല. ബേസിക്കലി ഇതൊരു റഷ് അക്കൗണ്ടാണല്ലോ. ഇതൊരു റഷ് അക്കൗണ്ടാണ്. ഇതിൽ ഞാൻ എടുത്തില്ലെങ്കിൽ ഇതിൽ ഫുൾ സ്റ്റാർ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ വിചാരിച്ചില്ല സംഭവം ഇത് കുറച്ച് മാക്സ് ഔട്ട് ബേസ് അല്ല. പിന്നെ ആരും ഡിസ്കർ ചെയ്യാൻ കിട്ടില്ല. കുഴപ്പമില്ല, വാർഡിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. സൂപ്പറൈഡർ അല്ല, എന്താ അങ്ങനെ പോണേ, വഴിമാറി കയറുവാണ് ഗൈസ്. ഇതിൽ സബ്ജക്റ്റ് കിട്ടിയതിനെ കുറിച്ചാണ് നേരെ ഞാൻ ടോയ് സെറ്റിംഗ് ഇറക്കിയിട്ടുണ്ട്. ഈ ലെവൽ പ്രശ്നം ഇല്ലാതെ പോകുന്നു. ഇതിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യൂൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതൊരു ഞാൻ ഒരു തൊണ്ണൂറ്റി. ഓക്കെ, ജസ്റ്റ് ഗൈസ്, ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ്. ഇതെന്ന് പറഞ്ഞാൽ റഷ് അക്കൗണ്ടാണ്. റഷല്ല, മാക്സ് അക്കൗണ്ടല്ല. മാക്സ് അക്കൗണ്ടിൽ ഞാൻ 2 സ്റ്റാർ 1 സ്റ്റാർ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ബീച്ചിലും 1 സ്റ്റാർ 2 സ്റ്റാർ ആണെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. സോ ബേസിക്കലി നമ്മൾ ഇനി അടുത്ത അറ്റാക്കിലോട്ട് പോകണം. വീണ്ടും എൻ്റെ ഫോണിൽ സ്റ്റക്കിങ് തുടങ്ങിയ ഒരു സംശയമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക. ബോം ടവറും മോട്ടർ ഇതിൽ മാക്സ് അല്ല, ബാക്കിയൊക്കെ മാക്സ്. ഇതിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന രീതിയെന്ന് വെച്ചാൽ ഇവിടെയും തുടങ്ങാം. ഈ സാധനം വളരെ പൊട്ട സാധനമാണ്. എൻ്റെ റൂട്ട് റൈഡറിന് എല്ലാം വലിച്ചെടുത്തുള്ളൂ. ഓക്കെ, റോയൽ ചാമ്പ്യൻ കയറി. ഓക്കെ, അതിനെ പൊട്ടില്ല. അയ്യോ, ഇത് അങ്ങോട്ട് കയറി. എൻ്റെ ഒരെണ്ണം വേസ്റ്റായി പോയോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, ഞാൻ ഡീവിയേറ്റ് ചെയ്ത് വിടാനാണ് നോക്കണം. പിന്നെ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടോണാളിനെത്തിക്കാണ്. അയ്യോ, കറക്ക് ടോണ പൊട്ടിക്കില്ലയോ ഗൈസ്, പറഞ്ഞിടാം, നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഇനി ഞാൻ നേരെ അറ്റാക്ക് ചെയ്യാൻ പോകണം. നമ്മുടെ ഈ സൈഡിൽ നിന്ന് രണ്ട് ആൾക്കാർ വിടാം. റൈഡേഴ്സ് ക്യൂന് ലീഡേഴ്സ് ബാക്കി പയ്യം ഇത് ടൈറ്റൽ ഉള്ള വാൾക്കിയറീസ്. ഓക്കെ, ഇനി അറ്റാക്ക് നോക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് ഏതൊക്കെ ആക്കട്ടെ. ബേസ് കോളംസ് ടാസ്ക് ആണെങ്കിൽ കുഴപ്പമില്ല. റൂട്ട് മാർക്കാണ്. റൂട്ട് മാർക്കാരാണ് എൻ്റെ പ്ലാനിൽ ബേസിക്കലി ഇല്ല. ഒരുപാട് ചാനൽ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടെ അങ്ങോട്ട്. സോ ടിപ്പിക്കലി പ്രശ്നമില്ലെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നം യെസ്. അതിൽ വളരെ സ്പീഡിൽ അറ്റാക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ക്യൂവിൻ്റെ ചാർജ് ചെയ്തു. ഓക്കെ, നമ്മുടെ സൂപ്പർ ജെയിൻ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല സ്പേസ് കേട്ടോ. മറ്റേതുപോലെ സൈലൻ്റ് ആയിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഫോൺ സ്റ്റക്ക് ഉണ്ട്, അതാണ് കുറച്ച് പ്രശ്നം. സ്റ്റക്ക് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സ്റ്റക്ക് വേണം. ഓക്കെ, ഇനി ബേസിക്കലി വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കിങ്ങിൻ്റെ എബിലിറ്റി ഞാൻ കൊടുത്തു. ക്യാമറ ഒന്ന് ഞാൻ താൽക്കാലികമായി മാറ്റുന്നു. വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കമോൺ, ഇതൊരു എത്ര സ്റ്റാർ ആയിരിക്കും? 3 സ്റ്റാർ ആകുമോ? 3 സ്റ്റാർ ആകുമോ? ആണ്. അത് വരും. യെസ്, അപ്പോൾ നമുക്കൊരു 3 സ്റ്റാർ കിട്ടി. ഓക്കെ, സ്റ്റക്കുണ്ട് ഗൈസ്, വളരെ സ്റ്റക്കുണ്ട്. നേരെ നമ്മൾ അടുത്ത അറ്റാക്ക് കൊടുക്കുന്നു.
നമ്മുടെ 4ാമത്തെ അറ്റാക്ക് നമുക്ക് നോക്കാം ഇത് എത്ര സ്റ്റാറാണെന്ന്. ഇത് ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ച് കളിക്കാൻ പോവുകയാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞൂടാ. വെറൈറ്റി ആയിട്ട് കളിക്കണ്ട, എപ്പോഴും ഫുൾ സ്റ്റാർ കിട്ടിയിട്ട് കാര്യമുണ്ടോ. ഞാൻ നോക്കി നോക്കട്ടെ, എൻ്റെ ഒരു പ്ലാനിലൂടെ ഇത് പോയാൽ കറക്റ്റ്. ബേസിക്കലി എൻ്റെ പ്ലാൻ ഏരിയയിലോട്ട് കയറിയിട്ടില്ല. കയറിയിട്ടുണ്ട്. ഓക്കെ, വലിയ വലിയ എന്ത് സ്ലോ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സ്ലോയിലൊക്കെ കയറി അത്ര ദാരിദ്ര്യം പിടിച്ച് നല്ലൊരു ഫോൺ വാങ്ങാൻ ബേസിക്കലി. ചുമ്മാ തന്നെ ആൾക്കാരൊക്കെ നല്ല ഫോൺ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുമെന്നൊക്കെ പറയാം. സ്ലോ മോഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ്. അയ്യോ, അങ്ങനെ പറയില്ല. അയ്യോ, കുഴപ്പമില്ല. ഭയങ്കര സ്ലോ മോഷനിലാണ് എൻ്റെ ഓരോ ട്രിപ്സ് പറഞ്ഞത്. ബോൾ കേറീസ് നിലവിൽ സീനില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബോട്ടനെ വിളിച്ച് കൊടുത്തു. ആരെങ്കിലും പിടിച്ച് അറ്റാക്ക് ചെയ്യും. ആ ടവറിനൊന്ന് പൊട്ടി. യെസ്, ടവറിന് പൊട്ടിച്ചു. ബേസിക്കലി മുകളിൽ നമ്മൾ എഡി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സീനില്ല. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ഫൈൻ. ഒരു 90% കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നമുക്ക് നോക്കാം. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. 90% കിട്ടുമോ ഗൈസ്? യെസ്, കിട്ടി. 91 കിട്ടി. നൈസ്. അയ്യോ, ലക്കുണ്ടെങ്കിൽ ഇതിൽ 3 സ്റ്റാർ കിട്ടും. ലക്ക് എനിക്ക്, പക്ഷേ എനിക്ക് പൊതുവേ ലക്ക് കുറവാണ്. സോ 3 സ്റ്റാർ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. 97. കുഴപ്പമില്ല, 97% കിട്ടി. സോ ബേസിക്കലി അതങ്ങ് തീർന്നു. ഓണിന് ഭയങ്കര ഹീറ്റ് ആവണോ എന്താണോ സ്റ്റക്ക് ആവണേ എന്ന് എനിക്കറിഞ്ഞൂടാ. ഗ്രൂപ്പ്സ് കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി അടുത്ത അറ്റാക്കിലോട്ട് പോകാൻ ഗൈസ്. ഇതൊരു 3 സ്റ്റാറാണോ എത്ര സ്റ്റാറാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. അറ്റാക്ക് ബേസിക്കലി ഇപ്പോൾ ഇവിടെ വേറെ 2 പേര് വന്നിട്ടുണ്ട്. ഇന്നൊന്ന് മര്യാദയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ആരും. സംഭവം ഇതിൽ കോർ ബിൽഡിങ്സ് ഒക്കെ ഉള്ള സൈഡിലാണ്. സോ ഞാൻ സൈഡിൽ നിന്ന് തന്നെ ഇറക്കാം അങ്ങനെ പ്ലാൻ. ഓക്കെ, ഗ്രൂപ്പ്സ് മൂവിങ് ഓൺ. ഓക്കെ, റോയൽ ചാമ്പ്യൻ എടുത്ത് കയറി. ഓക്കെ, ഫയർ സ്പിറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇല്ല, ഒന്നും പറ്റില്ല. വഴിവിട്ട് കയറുന്നതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നിലവിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നില്ല. അയ്യോ, ബേസിക്കലി അവൾ അങ്ങോട്ട് കയറണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു മോൾ കയറും. ട്രൂപ്സ് ക്യാമറ ഒന്നും ഞാൻ സൈഡിൽ നോക്കണം. ട്രൂപ്പ് റൈഡേഴ്സ് ഇറക്കി. കിങ് ഹീലേഴ്സ് ടൈറ്റൻ ബാക്കിയുള്ളവർ വയ്ക്കാം. ഓക്കെ, എൻ്റെ ബാക്ക് ടാങ്ക് ബൈജിഷോ. കിങ്ങിന് വേറെ സൈഡിൽ കൂടെ നമ്മൾ ഞാൻ വിചാരിക്കാത്ത സൈഡിൽ കൂടെ പോകും. ഞാൻ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോയൽ ചാമ്പ്യനെ ഞാൻ ഇറക്കി. ഓക്കെ, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതെന്തായാലും അവിടെ കിങ്ങിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആവശ്യം നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്റ്റക്ക് ഉണ്ട്, അത് മാത്രമാണ് പ്രശ്നമായി കാണുന്നത്. വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ക്യൂവിൻ്റെ വിളിച്ച് കൊടുത്തു. യെസ് ഗൈസ്, ഇതൊരു 3 സ്റ്റാർ ആവാൻ ചാൻസ് ഉണ്ട്. യെസ്, ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഇത്രയും നല്ല സക്സസ്ഫുൾ ബാറ്റിലൊക്കെ എനിക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കണ്ടോ ഗൈസ്, എന്നെ പ്രോ. നോക്കാം അടുത്ത സ്റ്റാറിൽ എനിക്ക് അടുത്ത അറ്റാക്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടില്ല എനിക്ക്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ അടുത്ത നെക്സ്റ്റ് അറ്റാക്ക് ഇനി വെറും 2 അറ്റാക്കുകൾ മാത്രം. എന്നിട്ട് നമ്മൾ ഫൈനൽ ട്രോഫി നോക്കുന്നു. എത്ര ട്രോഫി കിട്ടിയും നമുക്ക് നോക്കാം. ഹോൾസ്, പക്ഷെ ഹോൾസിലോട്ട് പോയാൽ ശരിയാവില്ല. വേണമെങ്കിൽ ശരിയാക്കാം. ഞാനിപ്പോൾ ഏത് സൈഡിൽ ഇറക്കണമെന്നാണ് നോക്കണേ. ഹോൾസിലോട്ട് ഇറക്കണോ? സാധാരണ ഞാൻ പ്രിഫർ ചെയ്യണ ഹോൾസ്, യുനോ.
ഓക്കെ വേണ്ട. റോയൽ ചാമ്പ്യൻ ഇറക്കി സേഫ് കളിയാണ് ഇപ്പോൾ കളിക്കണം. ഓക്കെ ഓക്കെ. യോ പോലെ 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 അവിടെ തന്നെ കറങ്ങി നിന്നോ. യെസ്, ടൗൺ ഹാൾ പൊട്ടിക്കുന്നു. ഓക്കെ ഗുഡ്. ടൗൺ ഹാൾ പൊട്ടിക്കുക, അതാണ് എൻ്റെ മെയിൻ. അപ്പോൾ പിന്നെ ലെസ് എഫേർട്ട് എടുത്താൽ മതി ബാക്കിയൊക്കെ. ഓക്കെ, ടൗൺ ഹാൾ പൊട്ടിച്ചു. നല്ല ഫൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അയ്യോ, കറക്റ്റ് സമയം തന്നെ അവിടെ ഇട്ട് കറക്കി കളിച്ചോണ്ടിരിക്കുന്നത്. കഷ്ടമാണ്. ക്യാൻസറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, മാറ്റിയിട്ടുണ്ട്. ടൈറ്റിനൊക്കെ ടൈറ്റിൻ്റെ അകത്ത് ടൈറ്റൻ. ഓക്കെ, ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ ആൾക്കാർ ഗ്രാൻഡ് വാർഡിൻ്റെ എബിലിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. ബേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ബേസിക്കലി ഇനി എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ ഇറങ്ങിയത് മാത്രമേ പറഞ്ഞുള്ളൂ. റോയൽ ചാമ്പ്യൻ്റെ കാണാനില്ല. ഓക്കെ, ക്ലീൻ ഇപ്പോൾ ഫ്ലാറ്റ് ആവും. കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, അത് വൈറസ് ആദ്യത്തെ ക്ലീൻ ചെയ്ത് പോകാം. പക്ഷേ സമയം പേടിയാണ്. ഇതൊരു 3-0 3-0 ഞാൻ വിചാരിച്ചതിനകത്ത് 3 കിട്ടുന്നു. ഓക്കെ, വളരെ വളരെ ഹാപ്പിയാണ്. ഓക്കെ, എല്ലാം പെർഫെക്റ്റ്ലി ഫൈൻ. ട്രൂപ്സ് ക്ലാൻ കാസിൽ നിറച്ചു. നേരെ നെക്സ്റ്റ് അറ്റാക്ക്, ലാസ്റ്റ് അറ്റാക്കാണ്. നമുക്ക് നോക്കാം. ദൈവമേ കാത്തോണേ. ലാസ്റ്റ് അറ്റാക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് വീഡിയോ. ഹോൾസ് ഹിയർ ഓൾസോ ഹോൾസ് ഇസ് ദേർ. നമ്മൾ കണ്ണടച്ച ഹോൾസിൽ കൂടിയാണ് കിടക്കാൻ പോണേ. റോയൽ ചാമ്പ്യൻ വന്നു. ഓക്കെ, നിലവിൽ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇൻവിസിബിൾ സ്പെല്ല്. ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ ഇതെങ്കിലും ഡിഗ്രി ചെയ്യും. നോക്കട്ടെ. ഓ സെറ്റ്. റോയൽ ചാമ്പ്യൻ്റെ ഡിഗ്രി കൊടുക്കാം. റോയൽ ചാമ്പ്യൻ ഇവിടെ കത്ത് ഡിഗ്രി കൊടുക്കുക. ഇറക്കി. ഓക്കെ, ഇനി ഏത് സൈഡ് അറ്റാക്ക് ചെയ്യണം? രണ്ട് വോൾക്കാറി, ഒരു വോൾക്കാറി അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ സൈഡ് നോക്കാം. ഗ്രാൻഡ് എബിലിറ്റി കൊടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒന്നും തന്നെ കൊടുക്കുക. നമുക്ക് നോക്കാം. ഇതൊന്നുമില്ല, ചുമ്മാ കുറച്ച് ബാഡാണോ എന്നൊരു സംശയമില്ലാതെയാണില്ല. നിലവിൽ സീനൊന്നുമില്ലാതെ പോകുന്നു. ഈ സീൻ വരുമ്പോൾ എനിക്ക് കണ്ടറിയാം. നൈസായിട്ട് ഞാൻ ടീമിൻ്റെ വീഡിയോ എടുക്കും. പറ്റാവുന്നു ഗൈസ്. സന്തോഷത്തോടെ എനിക്ക് എൻ്റെ മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. വേറെ ഓപ്ഷൻസ് ഇല്ല. നൈസായിട്ട് ഞാൻ മാറ്റി. ഓക്കെ, ചത്തോ. കുറച്ച് 18 കോപ്പീസ് 80 കിട്ടോ ഗൈസ്. 80 ഓ 80% ആയോ? നൈസ്. 80 പറഞ്ഞ കറക്റ്റ് എനിക്ക് 80 തന്നെ കിട്ടി. അപ്പോൾ അതോടെ നമ്മുടെ എല്ലാ അറ്റാക്കും തീർന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം എത്ര പെർസെൻറ്റേജ് ട്രോഫി നമുക്ക് കിട്ടിയെന്ന്. ട്രൂപ്സ് ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നിൽക്കാം. ഡിഫൻസ് അറ്റാക്കിലോ. ഓ 278 ട്രോഫി. നൈസ്. ആദ്യത്തെ കുഴപ്പമില്ല, രണ്ടാമത്തെയാണ് 21. പിന്നെ ലാസ്റ്റത്തെ. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ലൈവ് അറ്റാക്സ്. എല്ലാം റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കുറേ ഫ്രണ്ട്സിനെ കളിയാക്കുന്നുണ്ട് വൈകി എന്നൊക്കെ പറഞ്ഞു.
പക്ഷേ എന്നാലും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇടയാണ്. ഓക്കെ, ഇതോടെ എൻ്റെ അറ്റാക്കൊക്കെ തീർന്നിട്ടുണ്ട്. വീണ്ടും ഇതേപോലെ പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരും. നിലവിൽ ഞാൻ ട്രാപ്പ് ആയതുകൊണ്ടാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒതുങ്ങിയ. ഇനി വേറെ ഗെയിംസൊക്കെ ഞാൻ എൻ്റെ ചാനലിലിടും. അപ്പോൾ ഇതോടെ എൻ്റെ അറ്റാക്കെല്ലാം തീർന്നു. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.